Okay, so today we'll be dealing with the next set of programming statements, that is control statements. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ലെവലിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും നാൾ എഴുതിയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. പക്ഷെ ഇനി നമ്മൾ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലത്തെ പ്രോഗ്രാംസിലേക്കായിരിക്കും നമ്മൾ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാമിന്റെ ഫ്ലോ എന്ന് പറയാൻ എങ്ങനെ അത് പോകണം. ഒരു പ്രോഗ്രാമിന് ആദ്യത്തെ ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഇത്രയും നാളും അങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ ഫ്ലോ പോകുന്നത്. Okay, there are three types of control statements. One is decision making statement, second one is looping statements, and third one is jump statements. Okay, so first we'll go for decision making statements. Decision എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ്. What is the meaning of decision? ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും either it will be a yes or no, അല്ലെ? അപ്പൊ ഒന്നില്ലെങ്കിൽ യെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ ആയിരിക്കാം. അതേപോലെ തന്നെയാണ് പ്രോഗ്രാമില് ഈ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് എന്ന് പറയും, സിന്റാക്സ് ആണ് നോക്കേണ്ടത്. ഇഫ് എന്ന് പറയും, ഇഫ് ഒരു കീവേഡ് ആണ്, അതിന്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ പറയും. എന്ത് കണ്ടീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഇഫിന്റെ ഉള്ളിൽ കയറി ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ എഴുതണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടണം നിർബന്ധമില്ല, പക്ഷെ അത് ഇട്ട് പഠിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ രണ്ട് വാല്യൂസ് ഉണ്ട്, സേ എ ആൻഡ് ബി എന്ന് പറഞ്ഞ ടു വാല്യൂസ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ എ ഗ്രേറ്റർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അത്രമാത്രം നമുക്ക് ചെക്ക് ചെയ്യേണ്ടു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തു ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്തു. ട്രൂ ആണെങ്കിൽ നമ്മൾ ഇൻസൈഡ് പോവും, നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും? എ ഈസ് ഗ്രേറ്റർ, അത്രയേ ഉള്ളൂ. ഓക്കെ, ആണോ എന്ന് ചെക്ക് ചെയ്യല്. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു കേസ് ഇല്ല. ഓക്കെ, ജസ്റ്റ് ചെക്കിംഗ് ഇഫ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് കംസ് ഇഫ് എൽസ്. ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഇസ് ട്രൂ കണ്ടീഷൻ ആൻഡ് ഫോൾസ് കണ്ടീഷൻ രണ്ടും ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ട്രൂ ആണെങ്കിൽ, ദാറ്റ് ഇസ് ഇഫ് നമ്മൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കി. നേരത്തെ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്ത് എ ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് നിർത്തി. അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ എന്താണ് നോക്കി. അല്ലെങ്കിൽ എന്തായിരിക്കും? നമുക്ക് വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടോ? ഇല്ല. നമുക്ക് ഡയറക്ട്ലി വി ക്യാൻ സേ ദാറ്റ് ബി ഈസ് ഗ്രേറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇഫ് എൽസ് ഇസ്. ഇനി ഇതല്ലാതെ അടുത്തത് ലാസ്റ്റ് വൺ ഇസ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ്, നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നിന്റെ ഉള്ളിൽ ഒന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇഫിന്റെ ഉള്ളിൽ വേറെ ഒരു ഇഫ് എഴുതുക, അല്ലെങ്കിൽ ഒരു ഇഫിന്റെ ഉള്ളിൽ ഒരു ഇഫ് എൽസ് എഴുതുക. ഇതിനൊക്കെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക സിന്റാക്സ്. നമ്മൾ ഇഫ് ഒരു കണ്ടീഷൻ നോക്കി, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറും. എഗെയിൻ അടുത്ത കണ്ടീഷൻ നോക്കും, അതും കൂടി ട്രൂ ആവുമ്പോഴാണ് നമ്മൾ എന്ത് വരിക? ഈ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് കയറുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 3 വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പറിനെ നമുക്ക് ചെക്ക് ചെയ്യണം, എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കും, എ എടുത്തു. എനെ ആദ്യം ബി ആയിട്ട് ചെക്ക് ചെയ്തു. അവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ, എഗെയിൻ സി ആയിട്ട് കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ വിൽ ഗെറ്റ് ഇൻസൈഡ് ദിസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. എഗെയിൻ വാട്ട് വിൽ ഡു ഇസ് ദാറ്റ് വിൽ ചെക്ക് വെദർ എ ഈസ് ഗ്രേറ്റർ ദാൻ സി. എനെ സിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് നോക്കും. ആണെങ്കിൽ മാത്രം നമ്മളിൽ ഉള്ളിൽ കയറി എന്ത് പറയും? യെസ് ലാർജസ്റ്റ് എന്ന് പറയും. Okay, this is what nested if is. We are writing an if statement inside another if statement. Okay, you can write an else statement also here. Is it clear? So this is what decision making statements are, and the next type of decision making statement is a switch statement. ഓക്കെ, അപ്പൊ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോഗം എനിക്ക് പറയാനാണെങ്കിൽ എവിടെയാണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഒരുപാട് എൽസിഫ് 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 എന്ന് പറഞ്ഞ് നമ്മൾ കുറെ എഴുതുന്നതിന് പകരം വി ക്യാൻ യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് ഈ ഒരുപാട് ഇഫ് എൽസ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇഫ് ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, സ്റ്റേറ്റ്മെന്റ്സ് എഴുതി. എൽസ് ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, സ്റ്റേറ്റ്മെന്റ്സ് എഴുതി. എൽസ് ഇഫ് വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, സ്റ്റേറ്റ്മെന്റ്സ് എഴുതി. ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം എൽസ് എഴുതി, സ്റ്റേറ്റ്മെന്റ്സ് എഴുതി എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ ഓരോ എൽസിഫിന്റെ ഉള്ളിൽ പോയി കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോയിട്ടാണ് വരിക. അപ്പൊ സമയം കുറച്ചും കൂടി എടുക്കും. അപ്പൊ ആ സമയം കട്ട് ഷോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക.
ഓക്കെ. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു എക്സ്പ്രഷൻ പറയും. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ വാല്യൂസ് ആണ് ഈ എക്സ്പ്രഷനിലേക്ക് വരിക. ഓട്ടോമാറ്റിക്കലി യൂസറിൽ നിന്ന് റീഡ് ചെയ്ത് അത് ഇവിടേക്ക് വരും. ഒരു വേരിയബിളിലേക്ക് അത് റീഡ് ചെയ്ത് ആ വേരിയബിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ആ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് എന്താണോ വാല്യൂ അതനുസരിച്ച് ആ കേസിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ്പ്രഷന്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നേരെ ഏത് കേസിലേക്കാണ് വരിക? ഈ വാല്യൂ 1 എന്ന് പറഞ്ഞ കേസിലേക്കാണ് വരിക. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് ഓരോ കേസിന്റെ ഉള്ളിലും. എന്നാൽ മാത്രമേ അത് കഴിഞ്ഞ ആ പെർട്ടിക്കുലർ കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിന്റെ പുറത്തോട്ട് വരും. Okay, if expression the value 2 ആണെങ്കിൽ directly it will go to case value 2 and it will execute these statements and then it will break from the switch statement. For example, consider this example. Okay, so ഇവിടെ നമ്മളൊരു ഡേ അനുസരിച്ചിട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്. ഈ ഡേ എന്ന് പറയുന്നത് യൂസറിനോട് മേലെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. അവിടെ യൂസർ ടൈപ്പ് ചെയ്യുന്നത് 2 എന്നാണെങ്കിൽ എന്തായിരിക്കും? സ്വിച്ച് 2 എന്നാണ് പറയുക. എവിടേക്ക് സ്വിച്ച് ചെയ്യാൻ? 2ലേക്ക് സ്വിച്ച് ചെയ്യാൻ. So directly what it will do is that it will come to the state case 2. ഓക്കെ, 2ലേക്ക് വരും. എന്താ 2ൽ പറഞ്ഞിരിക്കണേ? ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ ബ്രേക്ക് മീൻസ് ഇതിന്റെ പുറത്തോട്ട് വരും. ഓക്കെ, ഇതല്ലാതെ ഈ കേസസ് അല്ലാതെ യു ക്യാൻ സി എ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഹിയർ. ഓക്കെ, ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കേസിലും നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഔട്ട്പുട്ട് തരും അല്ലേ? ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കേസ് 1ഉം കേസ് 2ഉം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കേസ് 3 എന്ന് വാല്യൂ ഡേക്ക് നമ്മൾ 3 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇവിടെ അങ്ങനെ ഒരു കേസ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല അതിന് വേണ്ടി കേസ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് വേറെ എവിടേക്ക് വരും? ഡീഫോൾട്ട്. എഴുതിയിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു കേസ് ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ ഡയറക്ട്ലി ഇറ്റ് വിൽ കം ടു ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വിൽ ഡു വാട്ട് ഇസ് മെൻഷൻഡ് ഹിയർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവാലിഡ് ഡേ എന്ന് പ്രിന്റ് ചെയ്യാനാണ്. സോ ഇറ്റ് വിൽ പ്രിന്റ് ഇൻവാലിഡ് ഡേ, then it will break from the switch statement. Okay, so this is what a switch statement is. Now we'll go for looping statements. ഇത് entirely different ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നേരത്തെ നമ്മളൊരു യെസ് ഓർ നോ ഡിസിഷൻ ആണ് നമ്മൾ അവിടെ കണ്ടത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ എനിക്ക് 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്? 1 എടുത്തു, പ്രിന്റ് ചെയ്തു. 2നാക്കി, പ്രിന്റ് ചെയ്തു. 3 പ്രിന്റ് ചെയ്തു. 4 പ്രിന്റ് ചെയ്തു. ഒരേ കാര്യം തന്നെ 10 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സാധാരണ എന്ത് ചെയ്യും? 10 പ്രിന്റ് എഫ് എഴുതുമായിരിക്കും അല്ലെ? അപ്പൊ ഈ 10 പ്രിന്റ് എഫ് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ പ്രിന്റ് എഫ് എഴുതിയാൽ മതി. ഓക്കെ, ഒറ്റ പ്രിന്റ് എഫ് എഴുതിയിട്ട് എത്ര പ്രാവശ്യം അത് പ്രിന്റ് ചെയ്യണമെന്ന് നമുക്ക് ഒരു കണ്ടീഷനിൽ സ്പെസിഫൈ ചെയ്താൽ മതി. അതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. We have 3 looping statements. First one is while. While എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇഫിന്റെ ഉള്ളിൽ പറയണ പോലെ ഒരു കണ്ടീഷൻ എഴുതും. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ഫോൾസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും? ഈ while നിന്ന് പുറത്തേക്ക് വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഇനീഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 എന്ന് പറഞ്ഞ വാല്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, എൻഡ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വളരെ വ്യക്തമായി നമ്മൾ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞിട്ടുണ്ടാവണം. അല്ലാതെ തുടക്കവും അവസാനവും അറിയാതെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ പറ്റില്ല. സോ ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും പറയേണ്ടത് മസ്റ്റ് ആണ്. സോ ഇനീഷ്യൽ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ഇനീഷ്യലി ഐന്റെ വാല്യൂ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എവിടം വരെ പോണം? I less than or equal to 5 വരെ പോണം. അതായത് I 1 തുടങ്ങി 2, 3, 4, 5 വരെ പോണം. അത്രയും പ്രാവശ്യം എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഉള്ളിൽ കയറി എനിക്ക് ചെയ്യേണ്ടത് ഐന്റെ വാല്യൂ എന്താണോ അതിനെ പ്രിന്റ് ചെയ്യണം. ഓരോ പ്രാവശ്യം ഐന്റെ വാല്യൂ ഇപ്പൊ 1 എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വാല്യൂ 2 ആവണം, 3 ആവണം, 4 ആവണം, 5 ആവണം. എങ്ങനെയാവുക? 1 പ്രിന്റ് ചെയ്തു, 2 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഐനെ ഇൻക്രിമെന്റ് ചെയ്യും. I പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? I ഈക്വൽ ടു I പ്ലസ് 1. അതിന്റെ അർത്ഥം അറിയാലോ. സോ ഐന്റെ വാല്യൂ 2 ആവും. എഗെയിൻ ഈ കണ്ടീഷനിലേക്ക് വരും. 2 ലെസ് ദൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കും. അതെ, കണ്ടീഷൻ ട്രൂ ആണ്. സോ എഗെയിൻ ഉള്ളിൽ കയറി 2 പ്രിന്റ് ചെയ്യും. ഇനി I പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എന്തായി? 3 ആയി. എഗെയിൻ വൈലിലേക്ക് വന്ന് 3 ലെസ് ദൻ ഓർ ഈക്വൽ ടു 5. യെസ്. സോ ഉള്ളിൽ കയറി 3 പ്രിന്റ് ചെയ്യും. എഗെയിൻ 4 ആവും. 4 ലെസ് ദൻ ഓർ ഈക്വൽ ടു 5. 4 പ്രിന്റ് ആവും. 5 ആവും. 5 ലെസ് ദൻ ഓർ ഈക്വൽ ടു 5. ട്രൂ ആണ്. ഉള്ളിൽ കയറും. 5 പ്രിന്റ് ചെയ്യും. നൗ ദ വാല്യൂ ഓഫ് I will be 6. Now when it checks 6 less than or equal to 5 ആണോ? അല്ല. This condition will be false. So now it will not get inside the loop. അത് പുറത്തോട്ടാണ് കൺട്രോൾ വരിക. സോ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് ആണ് ഔട്ട്പുട്ട് വരിക. സോ ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും ചെക്ക് ചെയ്യേണ്ട കണ്ടീഷനും പറയേണ്ടത് മസ്റ്റ് ആണ്. ദർ ഷുഡ് ബി ആൻ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. എന്നാൽ മാത്രമേ ഐന്റെ വാല്യൂ ചേഞ്ച് വരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഐന്റെ വാല്യൂ 1 മാത്രമായിട്ട് നിൽക്കും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അടുത്തത് ഒരു ഡു വൈൽ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്യുന്നത്.
സോ ദാറ്റ് ഇസ് വൈ ഇതിന്റെ എൻട്രി റിസ്ട്രിക്റ്റഡ് ആണ്. I1 തൊട്ട് 5 വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. 6 ആയപ്പോൾ കയറാൻ പറ്റുമോ? ഇല്ല. സോ ഹിയർ എൻട്രി is restricted. So this is why it is known as entry controlled loop. Okay, the next one is do while. ഈ do while എന്ന് പറയുന്നത് exit controlled loop ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്ത് കാര്യം, ഇതാണ് അതിന്റെ കണ്ടീഷൻ സിന്റാക്സ്. ദാറ്റ് ഇസ് ഡു എന്നാണ് പറയുന്നത്. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചെയ്യാനാ പറയാ. ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത് പുറത്തു വന്നിട്ട്. ഓക്കെ, സോ ആ ഒരു ചെറിയ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ പറയേണ്ടത് മസ്റ്റ് ആണ് കേട്ടോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ. സോ ഇവിടെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞു, എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. എന്താ ചെയ്യാൻ പറഞ്ഞത്? അതിനെ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഇൻക്രിമെന്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് നോക്കുന്നത്? I less than or equal to 5 ആണോ എന്ന് നോക്കുന്നത്. ഓക്കെ, എഗെയിൻ അല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഡു എന്നാണ് പറയുന്നത്. ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു, ചെക്ക് ചെയ്തു, ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു, ചെക്ക് ചെയ്തു. നേരെ ഓപ്പോസിറ്റ് വേയിലാണ് ഇവിടെ പോകുന്നത്. ഓക്കെ, ഇതിൽ രണ്ടിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വരുന്നതാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ളത് ഒരുമിച്ചാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണ്. ആദ്യം ഇനീഷ്യൽ കണ്ടീഷൻ ചെയ്യും, പിന്നെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിൽ കയറി സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് അടുത്തത് ഏതായിരിക്കും? ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റിലേക്ക് പോകും. അത് കഴിഞ്ഞ് നേരെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും, സ്റ്റേറ്റ്മെന്റ്സ് വരും, ഇൻക്രിമെന്റിലേക്ക് പോകും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും, സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരും, ഇൻക്രിമെന്റ് പോകും. പിന്നെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ദിസ് കണ്ടീഷൻ ഇസ് ഫാൾസ്. ഓർഡർ സെയിം ആണ്, പക്ഷെ എഴുതുന്ന രീതിയാണ് വ്യത്യാസം. നമ്മൾ ഫോർ എന്ന് പറഞ്ഞ കീവേഡ് എഴുതും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് I equal to 1 ഇന്റ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ I എന്ന് പറയുന്നത് മുകളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ I equal to 1, I less than or equal to 5, I plus plus എല്ലാം കൂടി ഒരുമിച്ച് എഴുതി സെമി കോളൻ വെച്ച് റീപ്ലേസ് അവരെ സെപ്പറേറ്റ് ചെയ്യണം. ആണെങ്കിൽ I equal to 1 ആണ്, I 1 less than or equal to 5 ആണോ? അതെ. ഉള്ളിൽ കയറി 1 പ്രിന്റ് ചെയ്തു. പിന്നെ പോകുന്നത് എവിടെയായിരിക്കും? ഇൻക്രിമെന്റിലേക്കാണ് പോവുക. അതിന്റെ വാല്യൂ 2 ആവും. പിന്നെ പോണത് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. 2 less than equal to 5 ആണോ? യെസ്. Again it comes to print of statement, print ചെയ്യും 2. So this is how this execution will go on. Okay, so these are the different looping statements. Now we have the next category of statements, that is jumping statements. Jumping statements എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ അവിടെ നിന്നിട്ട് വേറെ എവിടേക്കെങ്കിലും ചാടിപ്പോകും. ഇതാണ് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ്. സോ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കീവേഡ്സ് ആണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ബ്രേക്ക് നിങ്ങൾ എവിടെയാണ് കണ്ടത്? സ്വിച്ചിൽ കണ്ടതാണ്. പകുതി വെച്ച് നിന്ന് മതി എന്ന് പറയുമ്പോൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. സ്വിച്ചിൽ മാത്രമല്ല നമുക്ക് ലൂപ്സിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് അതിന്റെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങണേ? 1 നിന്ന് തുടങ്ങണേ. എവിടെ വരെയാണ്? 10 വരെ. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ കോഡ് ഞാൻ ഉപയോഗിക്കും. ഇഫ് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യലായിരിക്കും ഔട്ട്പുട്ട്. പക്ഷെ ഇവിടെ എന്താണ്? ഐന്റെ വാല്യൂ 5 ആണെങ്കിൽ ബ്രേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബ്രേക്ക് എന്ന് പറയുന്നത് നേരെ ഫോർ ലൂപ്പിന്റെ പുറത്തേക്കാണ് പറയാം. അതിന്റെ വാല്യൂ 5 ആയാൽ ബ്രേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ലൂപ്പിനെ നിർത്താൻ, ബ്രേക്ക് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാറിന്റെ ബ്രേക്ക് ഇടുന്നത് എന്തിനാ? സ്റ്റോപ്പ് ചെയ്യാനല്ലേ. അപ്പൊ അതുപോലെ ഇങ്ങനെ ഫോർ ലൂപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കണ്ടീഷൻ എത്തിയപ്പോ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അത് നിർത്തും, പിന്നെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യില്ല. ഓക്കെ, സോ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്? അതിന്റെ വാല്യൂ 1 ആണ്, 1 less than or equal to 10 ആണ്. സോ ഉള്ളിൽ കയറി 1 5 സെയിം ആണോ? അല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറി നേരെ വന്ന് 1 പ്രിന്റ് ചെയ്യും. അതുപോലത്തെ 2 3 4 പ്രിന്റ് ചെയ്യും. 5 ആവുമ്പോ എന്താവും? 5 ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവും. ട്രൂ ആവുമ്പോൾ ഉള്ളിൽ കയറി ബ്രേക്ക് ചെയ്യാനാ പറഞ്ഞത്, നിർത്തിക്കൊള്ളാനാ പറഞ്ഞത്. അപ്പൊ നേരെ പുറത്തേക്ക് 4ന്റെ പുറത്തേക്കാണ് ചാടുക. ഓക്കെ, സോ 1 തൊട്ട് 4 വരെ പ്രിന്റ് ചെയ്യുള്ളൂ, 5 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യില്ല. ക്ലിയർ? പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടിന്യൂ. കണ്ടിന്യൂ എന്താ ചെയ്യാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ? അത് നേരെ താഴത്തോട്ട് വരില്ല, നേരെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാനാ പറയുന്നത്. നേരെ പൊക്കോ, ലൂപ്പിലേക്ക് പൊക്കോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? 1 അതിന്റെ വാല്യൂ 1 ആവുമ്പോ ഇത് കണ്ടീഷൻ ഫോൾസ് ആണ്. 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 വന്നു. 3 വരുമ്പോ എഗൈൻ കണ്ടിന്യൂ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരെ ലൂപ്പിലേക്കാണ് പോവുക. 3 പ്രിന്റ് ചെയ്യില്ല. പ്രിന്റ് ചെയ്യാതെ നേരെ ലൂപ്പിലേക്ക് പോയിട്ട് എന്താവും? ലൂപ്പിലേക്ക് പോകുമ്പോ അതിന്റെ വാല്യൂ എന്താവും? 4 ആവും. 4 ആവുമ്പോൾ 4 വരും, 5 വരും. ഓക്കെ, 3 ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. 3 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ട, നേരെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ലൂപ്പ്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് ഇങ്ങനെ വരുന്നത്.
ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ വി സോ വാട്ട് ഇസ് ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, വാട്ട് ആർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ആൻഡ് വാട്ട് ഇസ് ജംപ് സ്റ്റേറ്റ്മെന്റ്. Okay, so that's all for today. So we'll see the working of the programs next class.